കുറേ ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ചോദ്യം, നിന്നെ ഒരാൾ ശപിച്ചാൽ നീ എന്ത് ചെയ്യും? അതാണ് ഒരു ചോദ്യം. ഒരാൾ വഴി കൂടെ പോയപ്പോൾ ശപിച്ചു, നീ നന്നാവില്ലെന്ന് പറഞ്ഞു, നീ കുത്തുവാളെടുക്കുമെന്ന് പറഞ്ഞു, നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, നിന്നെ തളർത്തിക്കളയുമെന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഒരാൾ നിന്നെ ശപിച്ചാൽ നീ എന്ത് ചെയ്യും? ഒരു ചോദ്യം. വേറൊരാൾ നിന്നെ അധിക്ഷേപിച്ചാൽ, എങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത്? അല്ലേ? അധിക്ഷേപിക്കാനായിട്ട് പല വഴികളുണ്ട്. അധിക്ഷേപിച്ചു, അവൻ മോശമാണ് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അതിലും കൂടിയ വാക്കുകളൊക്കെ ഉണ്ട്. അധിക്ഷേപിച്ചാൽ അതിപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങിയുണ്ട് അധിക്ഷേപങ്ങൾ, ശാപങ്ങൾ, ഇതൊക്കെ പുറത്തുനിന്ന് വേണമെന്നില്ല. അപ്പോൾ ഒരാൾ ശപിച്ചു, ഒരാൾ അധിക്ഷേപിച്ചു, വേറൊരാൾ നിനക്ക് പാരപെടുന്നത്, അല്ലെങ്കിൽ ശത്രുതയിലാണ്, നീയായിട്ട് ഭയങ്കര ശത്രുതയാണ്, നീ എന്ത് ചെയ്യും? ലോകത്തിൻ്റെ ഒരു തിയറി പറയും, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറയും. ഈശോ പറയാണ്, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ, അതാണല്ലോ ശത്രുക്കൾ. നമ്മൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാലും അതിന് ഇടങ്കോലിടുന്ന ആളുകൾ, അപ്പോൾ അതാണ് ശത്രുക്കൾ. അപ്പോൾ ഈ ശത്രുക്കൾക്കുകളെ സ്നേഹിക്കുക, ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക ശത്രുക്കൾ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇത് നമ്മൾ മനസ്സിലുണ്ട്. ഇതൊന്നും നമുക്കറിയാം, ഇതൊന്നും നടക്കില്ല, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് നടക്കുമ്പോഴാണ്, ഇത് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യന് നടക്കുകയില്ല എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് ലഭിക്കുന്നത് ഒരു നാച്ചുറൽ പവറല്ല, ഈ ലോകത്തിൻ്റെ കഴിവുകൾ കൊണ്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല, സൂപ്പർ നാച്ചുറൽ ഗ്രേസാണ് ദിവ്യബലി അർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അങ്ങനെ ഇത് കിട്ടി, അങ്ങനെ ഈ അനുഗ്രഹം കിട്ടി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ പോലെയാകുന്നത്. അല്ലെങ്കിൽ ഈശോ പറയുന്നത് പോലെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നമ്മളും പൂർണ്ണരായി മാറുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴാണ്. ഇത് നടത്താൻ നമ്മുടെ കയ്യിൽ, നമ്മൾ പറഞ്ഞതുപോലെ, ഇത് നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ട് ഇത് നടക്കുകയല്ല. അപ്പം നമുക്ക് വേറൊരു കൃപ കിട്ടണം, വേറൊരു സബ്സിഡി കിട്ടണം, അനുഗ്രഹം കിട്ടണം. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കാനും, നമ്മെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള കൃപ നമ്മുടെ ഉള്ളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, കുറവുകൾ എല്ലാം ഓർത്ത് അനുതപിച്ചുകൊണ്ട്, നമ്മെ വെറുത്തവരെ നമ്മൾ തിരിച്ച് വെറുത്തിട്ടുണ്ട്, നമ്മളെ അധിക്ഷേപിച്ചവരെ നമ്മൾ തിരിച്ച് അധിക്ഷേപിക്കുന്നതിന് എനിക്കും ഒരവസരം വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടുണ്ട്. നമ്മെ ശപിച്ചവരെ നമ്മൾ തിരിച്ച് ശപിച്ചിട്ടുണ്ട്. ഈശോയുടെ ഹൃദയത്തിന് ചേരാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, നിലപാടുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയേ, ഈശോയേ, ഈശോയേ.